നമ്മുടെ നാട്ടിലെ സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യക്കാർക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല, ഒരു സിവിക് സെൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും അതിന് വിമർശനം നേരിടാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഗുജറാത്തുകൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുടെ ഇലകൾ തുപ്പുന്ന ശീലം, അതായത് മുറുക്കി തുപ്പുന്ന ശീലം ഇന്ത്യക്കാരെ മാത്രമല്ല വിദേശികളെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടനിൽ ഇന്ത്യക്കാർ കൂടുതലുള്ള ലെസ്റ്റർ ഇടവക തുപ്പൽ ശീലത്തിന് കുപ്രസിദ്ധമായിരിക്കുകയാണ്. ലെസ്റ്ററിൽ എവിടെയും ഇന്ത്യക്കാർ തുപ്പുന്ന ശീലം കാരണം ബ്രിട്ടീഷുകാർ വളരെയധികം അസ്വസ്ഥരാണ്. അച്ചടക്കം പാലിക്കാൻ ശീലിച്ച ബ്രിട്ടീഷുകാർക്ക് ഇതെല്ലാം അസഹനീയമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുറുക്കി തുപ്പുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ പാൻ കഴിക്കുന്നവനും കാണുന്നവനും പാട്ടുപാടി അത് കഴിച്ചതിന് ശേഷം അവർ ആവേശഭരിതരായി അവിടെയും ഇവിടെയും തുപ്പുന്നു. പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം തുപ്പുന്നത് പ്രദേശം മുഴുവൻ വൃത്തിഹീനമാക്കുന്നു. ഇന്ന് ലെസ്റ്റർ ഇടവകയിലെ സ്ഥിതി വളരെ വഷളായതിനാൽ ഇത് തുപ്പുന്ന ആൾക്കാരെ നഗര കൗൺസിലർ 150 പൗണ്ട് പിഴ ഈടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന കാര്യം, ഇത്രയധികം പിഴ ചുമത്തിയിട്ട് മുഴുവൻ പ്രദേശവും വീണ്ടും ഇവർ തുപ്പി നാറ്റിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യക്കാരുടെ തുപ്പൽ വൃത്തിയാക്കാൻ ലെസ്റ്റർ കൗൺസിൽ പ്രതിവർഷം 30,000 പൗണ്ട് പ്രത്യേക ബഡ്ജറ്റ് നീക്കിവെക്കേണ്ട അവസ്ഥയിലേക്ക് സ്ഥിതിയെത്തിയിരിക്കുന്നു. ഇന്ത്യക്കാർ ഇങ്ങനെ തുപ്പുന്നതിലൂടെ അവരെ അടിമകളാക്കിയതിന് പ്രതികാരം ചെയ്യുമെന്ന് ബ്രിട്ടീഷുകാർ ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് പലരും പരിഹാസത്തോടെയും പറയുന്നുണ്ട്. അതായത് ഞങ്ങളെ അടിമകളാക്കിയ നിങ്ങളുടെ രാജ്യം ഞങ്ങൾ കാർക്കിച്ചു തുപ്പുന്നു എന്നുള്ള രീതിയിലാണ് ട്രോളുകളൊക്കെ വരുന്നത്. എന്തായാലും പാർലമെന്റിനടുത്ത് ഇവർ മുറുക്കി തുപ്പാതിരിക്കാൻ ഒരു ചവറ്റുകുട്ട വച്ചിട്ടുണ്ടെങ്കിലും ആ ചവറ്റുകുട്ടയുടെ മുകളിലും അതിനകത്ത് തുപ്പാതെ മുകളിലും പുറത്തൊക്കെ തുപ്പുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചുമരിലോ റോഡിലോ തുപ്പുകയും മറ്റു ഭാഗങ്ങളിലേക്ക് അവർ അതായത് മറ്റ് വീടുകളുടെ ചുമരിലേക്ക് പോലും തുപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് ബ്രിട്ടനിലെ വെസ്റ്റ് ലൻഡിലെ വെംബ്ലി, ബ്രന്റ് കൗൺസിൽ, സറേ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുപ്പൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.